ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇന്ന് ഏറ്റവും അധികം വിൽപ്പനയുള്ള ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ഷവോമി. ഷവോമിയുടെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പുതിയ ഡിസൈനിങ്ങിലൊക്കെ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഇന്ന് ഷവോമി ഇറക്കുന്നുണ്ട്. പൊതുവേ ജനങ്ങൾക്കിടയിൽ കൂടുതൽ കൂടുതൽ എല്ലാവരുടെയും ഇടയിൽ ആകർഷണം നേടാൻ സാധിച്ചതും അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ടതാകാനുള്ള ഒരു പ്രധാന കാരണം, ഷവോമി എല്ലാവരുടെയും പ്രിയപ്പെട്ടതാകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ തന്നെ നല്ല പെർഫോമൻസ് ഉള്ള, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള, അതുപോലെ തന്നെ നല്ല ക്യാമറയുള്ള ഫോൺസ് അവർ ഇറക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഷവോമിയുടെ ഫോണ് നമ്മളൊരു ഷോപ്പിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഡിമാൻഡാണ്. അതായത് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്ന ഫോൺസ് ഒക്കെ തന്നെ വിറ്റ് പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് ഷവോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ, ഏറ്റവും പുതിയ മോഡൽ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഷവോമി റെഡ്മി K30 ആണ് ഈ ഒരു മോഡൽ. കുറച്ച് മുൻപ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്ന K20യുടെ ഒരു പുതിയ വേർഷനാണ് ഈ ഒരു ഫോണ്. ഈ ഒരു ഫോണിൽ തന്നെ 2 വേരിയൻസിലാണ് ഇത് വരുന്നത്, അതായത് 4G വേർഷനും 5G വേർഷനും. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 6.67 ഇഞ്ചസ് IPS LCD ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ് ഇത്. ആൻഡ്രോയിഡ് 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Qualcomm Snapdragon 730G ആണ് 4G വേർഷനിൽ വരുന്ന പ്രോസസ്സർ. Qualcomm Snapdragon 765G ആണ് 5G വേർഷനിൽ വരുന്ന പ്രോസസ്സർ. രണ്ടും ഒക്ടാകോർ പ്രോസസ്സറാണ്. Adreno 618 ആണ് 4G വേർഷനിൽ വരുന്ന ഫോണിന്റെ GPU. Adreno 620 ആണ് 5G വേർഷനിൽ വരുന്ന ഫോണിന്റെ GPU. കാർഡ് സ്ലോട്ട് അപ് ടു 256GB. 6GB RAM 64GBയും 6GB RAM 128GBയും 8GB RAM 128GBയും 8GB RAM 256GBയുമാണ് ഇന്റേണൽ മെമ്മറി വരുന്നത്. ക്വാഡ് ക്യാമറയാണ് ഫോണിനുള്ളത്. 64 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഡെഡിക്കേറ്റഡ് മാക്രോ ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും. ഫ്രണ്ട് ക്യാമറ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. 20 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും. ടൈപ്പ് C പോർട്ടാണ് ഫോണിന് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഉള്ളത്. 4500 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 30 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് 5G ഫോണിലും 27 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ് 4G ഫോണിലും ഉണ്ട്. കളേഴ്സ് വരുന്നത് ബ്ലൂ, റെഡ്, പർപ്പിൾ, വൈറ്റ് എന്നിവയാണ്. ഷവോമിയുടെ എല്ലാ ഫോണും പോലെ തന്നെ ഈ റെഡ്മി സീരീസിൽ വരുന്ന K30 കിടിലൻ ഫോൺ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ബട്ട് ചൈനയിലാണ് ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യയിലും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, റിവ്യൂസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട്, നല്ലൊരു ടെക് ന്യൂസുമായിട്ട്, ലേറ്റസ്റ്റ് ന്യൂസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.